സിദ്ധനർ സംഗമവും ജനപ്രതിനിധികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. സിദ്ധനർ സർവീസ് സൊസൈറ്റി കുന്നത്തൂർ താലൂക്ക് യൂണിയനാണ് പരിപാടി സംഘടിപ്പിച്ചത്. വർക്കല രാഘവൻ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രത്തിന് 2 കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് സിദ്ധനർ സമുദായത്തെ ഒഴിവാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സമുദായത്തെ പരിഗണിക്കുന്നവരെ കൊടിയുടെ നിറം നോക്കാതെ സഹായിക്കാൻ പ്രേരിതരാകേണ്ടി വരുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവികുമാർ പറഞ്ഞു. ശാസ്താംകോട്ടയിൽ സിദ്ധനർ സർവീസ് സൊസൈറ്റി കുന്നത്തൂർ താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച സിദ്ധനർ സംഗമവും ജനപ്രതിനിധികൾക്ക് അനുമോദനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന സമിതി ജനറൽ സെക്രട്ടറിയും ദളിത് ആദിവാസി മഹാസഖ്യം രക്ഷാധികാരിയുമായ പി രാമഭദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ ജില്ലയിലുള്ള മാവേലിക്കരയും പത്തനംതിട്ട ജില്ലയിലുള്ള അടൂർ മണ്ഡലമടക്കം 5 സംവരണ മണ്ഡലങ്ങളിൽ ആര് MLA ആകണം, ആര് MP ആകണമെന്ന് തീരുമാനിക്കാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണ് സിദ്ധന സർവീസ് സൊസൈറ്റി. ആ സിദ്ധന സർവീസ് സൊസൈറ്റിക്ക് ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ നിങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ആവലാതികളും നമ്മുടെ വിഷയങ്ങളും നമുക്ക് പറയാം. കുന്നത്തൂർ മണ്ഡലത്തിൽ സിദ്ധനർ സമുദായത്തിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അർഹമായ പരിഗണന നൽകിയില്ലെങ്കിൽ സമുദായത്തിന്റെ ശക്തി അറിയിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ഒ സുധാമണി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് കെ അജിമോൻ ആമുഖ പ്രഭാഷണം നടത്തി. നവോത്ഥാന നായകനും സമുദായ ആചാര്യനുമായ വർക്കല രാഘവന്റെ ജീവചരിത്ര ഗ്രന്ഥകർത്താവ് ഗുരുപ്രസാദ് അയ്യപ്പനെ അനുമോദിച്ചു. ആർ ദിലീപ് കുമാർ, സുധാ രാമചന്ദ്രൻ, യോഗനാഥൻ എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ഉൾപ്പെടെ കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ യോഗം അനുമോദിച്ചു. യൂണിയൻ സെക്രട്ടറി കരുണാകരൻ, ഉഷ, സുനിൽകുമാർ, മണി കടക്കാമൺ, രാഹുൽ ആർ രാജ്, രാജൻ പതാരം, കരുണാകരൻ, ശശി, മനോജ്, അനിൽ ആറ്റിങ്ങൽ എന്നിവർ പങ്കെടുത്തു. വർക്കല രാഘവൻ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രത്തിന് 2 കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.